നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികൾ പ്രാർത്ഥനയോടെ ഷിരൂരിലേക്കാണ്. ഷിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ ലോറിക്കകത്ത് ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായില്ല. ഇന്നലെ പകൽ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പുഴയ്ക്കടിയിലെ ലോറിക്കകത്ത് മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. പരിശോധന രാത്രിയും തുടരുകയാണ്. രാത്രി നദിയിലെ തണുപ്പേറുമ്പോൾ ഈ പരിശോധനയ്ക്ക് കൃത്യതയേറുമെന്ന് തിരച്ചിലിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞു. ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ തകർന്നിട്ടില്ലെന്ന് ഇന്നലെ ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായി. ക്യാബിനും പിൻവശവും വേർപെട്ട നിലയിലാണെങ്കിൽ പുതിയൊരു സിഗ്നൽ കൂടി കിട്ടണം. ഇന്നലെ അത്തരത്തിൽ സിഗ്നൽ കിട്ടിയിട്ടില്ല. സാധാരണഗതിയിൽ ക്യാബിൻ തകരാനുള്ള സാധ്യത വിരളമാണെന്ന് ലോറി നിർമ്മാതാക്കളും അറിയിച്ചു. അപകടം സംഭവിച്ചപ്പോൾ ക്യാബിൻ ലോക്കാകുന്ന സിസ്റ്റം പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അർജുൻ വാഹനത്തിനകത്തായിരുന്നെങ്കിൽ ക്യാബിനിൽ കുടുങ്ങിക്കിടപ്പുണ്ടാകണം. GPS വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എഞ്ചിൻ ഓണാണ്. ഇതാണ് അർജുൻ ലോറിക്കകത്തുണ്ടെന്ന് കരുതാനുള്ള സാധ്യത. അതേസമയം ലോറി ഓഫാക്കാതെ പുറത്തിറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. അർജുൻ ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയപ്പോൾ മണ്ണിടിച്ചിലിനൊപ്പം പുഴയിലേക്ക് വീണതാകാനും സാധ്യതയുണ്ടെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. ലോറിയിൽ ഏതാനും മരത്തടികൾ കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രാമത്തിൽ പുഴയോരത്ത് കണ്ടെത്തി. 400 അക്വേഷ്യ തടികളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. അതേസമയം മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള രക്ഷാദൌത്യം 10ാം ദിനവും വ്യക്തമായ ഉത്തരമില്ലാതെ അവസാനിച്ചു. ഇന്നലെ രാത്രി നടക്കേണ്ട ഡ്രോൺ പരിശോധന തടസ്സപ്പെട്ടതോടെയാണ് രക്ഷാപ്രവർത്തനം അനിശ്ചിതത്വത്തിലായത്. ഗംഗാവലി പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ നാവികസേന ഡൈവിംഗ് സംഘം തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. പുഴയിൽ നിന്ന് 20 അടി താഴ്ചയിൽ കണ്ടെത്തിയ ലോഹഭാഗങ്ങൾ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേത് തന്നെയാണെന്ന് ദൌത്യസംഘം സ്ഥിരീകരിച്ചു. എന്നാൽ ഏറ്റവും ഒടുവിൽ നടത്തിയ ഡ്രോൺ പരിശോധനയിലും പുഴയ്ക്കടിയിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ദൌത്യസംഘത്തിന് സാധിച്ചിട്ടില്ല. ഓറഞ്ച് അലർട്ടുള്ള ഷിരൂരിൽ ശക്തമായ മഴയാണ് ഇടവിട്ട് പെയ്തത്. ഇതോടെയാണ് പുഴയിലെ നീരൊഴുക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചത് ദൌത്യസംഘത്തിന് നേതൃത്വം നൽകുന്ന മലയാളി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാർ പറഞ്ഞു. 2 നോട്ട് വരെ ശക്തിയുള്ള അടിയൊഴുക്കിലൂടെയാണ് നാവികസേന ഡൈവർമാർക്ക് മുങ്ങിത്തപ്പാൻ സാധിക്കുക. ചില സമയത്ത് ജീവൻ പണയം വെച്ച് 3 നോട്ട് അടിയൊഴുക്കിൽ നാവികസേന രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാറുണ്ട്. എന്നാൽ നിലവിൽ ഗംഗാവലി പുഴയിൽ 6 മുതൽ 8 വരെ നോട്ടാണ് അടിയൊഴുക്കിന്റെ ശക്തി. ഇതിൽ ഡൈവർമാർ ഇറങ്ങുന്നത് ആത്മഹത്യാപരമാണെന്നും ഇന്ദ്രബാലൻ നമ്പ്യാർ പറഞ്ഞു. നിലവിൽ ലോഹഭാഗം കണ്ടെത്തിയ 4 സ്ഥലങ്ങളാണ് വെള്ളിയാഴ്ച ദൌത്യസംഘം പരിശോധന നടത്തുക. 30 മീറ്റർ പുഴയിലേക്ക് മാറി 20 അടി താഴ്ചയിലാണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ നിലവിലെ സാഹചര്യത്തിൽ മുങ്ങിത്തപ്പി രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. മണ്ണിടിഞ്ഞ സമയത്ത് വീണ റോഡിന്റെ സേഫ്റ്റി റെയിൽ ടവർ ഭാഗം, അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഭാഗം, മറ്റൊരു ഗ്യാസ് ടാങ്കർ എന്നിവയാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന 400 തടികളെക്കുറിച്ചും ഏകദേശ ധാരണ ദൌത്യസംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറേയേറെ തടിഭാഗങ്ങൾ പുഴയോരത്തെ നിരവധി വീട്ടുകാർക്ക് കിട്ടിയിരുന്നു. ലോറി പുഴയിലേക്ക് മറിഞ്ഞ ഘട്ടത്തിൽ തടികൾ പുഴയിലേക്ക് വീണില്ലെന്നും പിന്നീടാണ് ലോറിയിൽ ഇത് വേർപെട്ടതെന്നുമാണ് ദൌത്യസംഘത്തിന്റെ നിഗമനം. കുറച്ചു നേരമെങ്കിലും തടിയോടുകൂടി ലോറി പുഴയിൽ ഒഴുകി നീങ്ങിയിരിക്കാനാണ് സാധ്യതയെന്നും പറയുന്നു. അർജുൻ ക്യാബിനകത്ത് തന്നെയാണോ അതോ പുറത്തിറങ്ങിയിരുന്നോ എന്ന കാര്യത്തിലും വ്യക്തത കൈവന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.